നമസ്കാരം. എന്നോടൊപ്പമുള്ളത് വെസ്റ്റ് ബംഗാൾ മുൻ ഗവർണറായിരുന്ന CV ആനന്ദബോസിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന അജിത് വെണ്ണിയൂരാണ്. സാർ, സ്വാഗതം. നമ്മളിപ്പോൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയമാണ്. അതിന് പ്രധാന കാരണം മമതാ ബാനർജിയുടെ പതനമാണ്. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പോലും പാർട്ടിയിലെ സ്വന്തം പവറിൽ മമതാ ബാനർജിക്ക് സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പുതുമുഖ MLA-ക്ക് മുന്നിൽ അവർ അടിപതറുന്നു. ബംഗാളിൽ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ 71-ാം വയസ്സിൽ ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ കൂടി അവരുടെ ഭാവി എന്ത് എന്ന പ്രസക്തമായ ചോദ്യവും നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് അത്തരം രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നമ്മളെപ്പോഴും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി മമതയെ ശ്രദ്ധിക്കുന്നത് മമത ഗവർണർ പോരിലൂടെയാണ്. പ്രത്യേകിച്ചും താങ്കൾ CV ആനന്ദബോസ് സാറിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പോരൊക്കെ നേരിൽ കണ്ട ആളാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഗവർണറെ നേരിട്ട് വെല്ലുവിളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ മമത. ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ CV ആനന്ദബോസ് ഇനി ലോക് ഭവനിൽ നിന്ന് പടിയിറങ്ങാതെ ഞാൻ ഇനി ലോക് ഭവന്റെ പടി ചവിട്ടില്ല എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി പറഞ്ഞത്. പക്ഷെ അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാർ നിറയെ സ്വീറ്റ്സുമായി ഗവർണറെ കാണാൻ ചെന്ന മമതയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്തായിരുന്നു മമത അവിടെ ചെയ്തിരുന്നത്? താങ്കൾ എങ്ങനെയാണ് മമതയെ, ഈ പതനത്തിന് മുൻപുള്ള മമതയെ നോക്കിക്കാണുന്നത്? കണ്ടിട്ടുണ്ടോ അവരുടെ പ്രസംഗം? അവർ ഒരിക്കലും സ്വസ്ഥമായിട്ട് നിന്ന് പ്രസംഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പ്രസംഗം വളരെ അസ്വസ്ഥയാണ്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആവേശത്തിൽ അവർ പറഞ്ഞു, ഇനി ആനന്ദബോസ് ഈ രാജ്ഭവനിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ അതിനകത്ത് കാലുകുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് ഗവർണർ സ്ഥാനമേറ്റതിൻ്റെ 2ാം വാർഷികം വരുന്നത്. അപ്പോൾ അതൊരു അവസരമാക്കി എടുത്തിട്ട് അന്ന് അദ്ദേഹത്തിനൊരു ആദ്യം സന്ദേശം അയച്ചു. പിന്നീട് സ്വീറ്റ്സും സമ്മാനങ്ങളുമായിട്ട് അവിടെ വരികയൊക്കെ ചെയ്തു. അന്ന് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഒന്ന് കളിയാക്കി എഴുതി, ഈ ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ അവരങ്ങനെ ഒരു നമ്മുടെ അവിടുത്തെ ആളുകൾ പറഞ്ഞ ഒരു പാർലമെൻ്ററി ഭാഷയിൽ പറഞ്ഞാൽ ഒരു എക്സെൻട്രിസിറ്റി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീമിലോട്ട് പോവും, പിന്നെ അത് ചിലപ്പോൾ തിരിച്ച് വരികയും ചെയ്യും. ഒരു അൺപ്രഡിക്റ്റബിൾ ബിഹേവിയറാണ് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും മമതയ്ക്ക് ഭരണവും പോയി, പാർട്ടിയും കയ്യിൽ നിന്ന് പോയി. മമത എന്തായാലും ഒതുങ്ങിയിരിക്കില്ല എന്ന് ഉറപ്പാണ്. പലരും മമതയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭയങ്കര ദേഷ്യമാണ് അവർക്ക്, എന്തിനും പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ പല പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണല്ലോ. എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ പ്രവർത്തനം? അവർക്ക് ഈ ഭരണത്തിൽ നേരിട്ട് ഒരു റോളുണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായിരുന്നു. ഭരണത്തിൻ്റെ ഈ മറ്റെല്ലാ തലങ്ങളിലും അവർക്ക് വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത ദിവസം പാർട്ടിയിൽ നിന്ന് ദേശീയ വക്താവ് സ്ഥാനം രാജിവെച്ച ശന്തനു സെൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത ദിവസം ചാനലുകളിൽ, ദേശീയ ചാനലുകളിലെല്ലാം വന്ന് ആ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ഈ അർജിക്കർ ഹോസ്പിറ്റലിലെ ഒരു ഉന്നതാധികാര സമിതിയുണ്ട്, അതിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ചെയർമാൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ OSD എന്ന് പറഞ്ഞിട്ട് ഒരാളെ അപ്പോയിൻറ്റ്, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സിൻഡിക്കേറ്റ് ഉണ്ടാവും. അവരാണ് ആ ആരോഗ്യ വകുപ്പ് തന്നെ ഭരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ അതേ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ ചാനലുകൾ വളരെ സജീവമായിട്ട്, വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആരോഗ്യ വകുപ്പ് ഭരിച്ചിരുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല, രണ്ടൊരാളാണ്. മന്ത്രിയല്ല, അതിനുള്ള ഒരു പ്രത്യേക ഒരു സിൻഡിക്കേറ്റ് അവിടെയുണ്ട്. അവരാണ് ഇത് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിനെതിരെ, അദ്ദേഹം MP ആയിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹം MP ആയിരുന്നു, MPയും ദേശീയ വക്താവുമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് മുഖ്യമന്ത്രിയുടെ അടുത്തും പാർട്ടിയിലും പലതവണ ഈ പ്രശ്നം കൊണ്ടുവന്നു. പക്ഷേ അവർ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടുത്തെ ഒരു കൗൺസിലറായിരുന്നു, ഒരു മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു, അവരെ സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മകൾ അവിടുത്തെ RG കോളേജിലെ ഡോക്ടറായിരുന്നു. ആ ഡോക്ടറുടെ പഠിത്തം പൂർത്തിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിനെ അടക്കി നിർത്തിയിരുന്നത്. ഇപ്പോൾ ഈ പരാജയം വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദേശീയ വക്താവ് സ്ഥാനം
ഉപേക്ഷിച്ചു. അല്ല, നേരത്തെ തന്നെ ഉപേക്ഷിച്ചു. ഈ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കിയത് ഇന്ന്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇന്നതാണ്, ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ചെറിയ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ വകുപ്പും നോക്കാൻ അവിടെ വേറൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവരൊരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടാണ് എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ RG കൗർ വന്ന സമയത്ത് തന്നെ ആദ്യം സ്ട്രീറ്റിലിറങ്ങുന്ന അവരാണ്. തെരുവിലിറങ്ങി ആളുകളെ ഇളക്കി മറിച്ച് ഇതിനെതിരെ മറ്റേ മെഴുകുതിരി കത്തിച്ചുള്ള പ്രകടനമൊക്കെ നടത്തി. പക്ഷെ ചെയ്തത് അവർ ഇതിലെ പ്രതികളെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവർ ചെയ്തത്, ഫലത്തിൽ ചെയ്തത്. സന്ദേശ് കാലി വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും വേറൊന്നും. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം. പിന്നെ അവരെ സംബന്ധിച്ചുണ്ടാക്കിയിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഔദ്യോഗിക വസതി എടുത്തിട്ടില്ല. പഴയ സ്വന്തം വീട്ടിൽ രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ഹാൻഡ്ലൂം കൈത്തറി വസ്ത്രം ആണ് ഉപയോഗിക്കുന്നത്. സാൻഡൽ മറ്റേ വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഡൽഹി വരെ പോകുന്നതും. അത് ചെരുപ്പിട്ടിട്ടാണ്. വേറെ ആർഭാടങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി അവർ അഴിമതി, പണം സ്വീകരിക്കുകയോ അഴിമതി നടത്തുകയോ ചെയ്യുന്നില്ല. ഒരു അഴിമതി രഹിത ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കൂടെയുള്ളവർ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അഭിഷേക് ബാനർജി. അഭിഷേക് ബാനർജിയുടെ കാര്യം പറയുമ്പോഴും അവരെപ്പോഴും ഈ അഭിഷേക് ബാനർജിയെ മുൻനിരയിലോട്ട് കൊണ്ടുപോകാനുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. അതെ, ഈ അനന്തരവനെ ഇങ്ങനെ ഉയർത്തി കാണിക്കണം, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അല്ല, വേറൊരു പാർട്ടി സംവിധാനം അവിടെ ഇല്ല. ഇപ്പം ഈ വൺ മാൻ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. അടുത്തൊരു അനന്തരാവകാശിയെ പ്രഖ്യാപിച്ചിട്ടാണല്ലോ അവർ കൈമാറണമല്ലോ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസ്തനായ വേറൊരു ഭരണ സംവിധാനമില്ല, മറ്റാരെയും അവർക്ക് വിശ്വാസമില്ല. അപ്പം ഒരു വിശ്വാസമുള്ള ഒരാളിനെ ഈ പാർട്ടി അടുത്ത ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പുള്ളി ഈ സിൻഡിക്കേറ്റുകളുടെ രാജാവായിരുന്നു. അതിൻ്റെ ഭരണം മുഴുവൻ ഇദ്ദേഹമാണ് മാനേജ് ചെയ്തിരുന്നത്. ഇദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഐപാക് എന്ന് പറയുന്ന PR കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇപ്പം എല്ലാവരും പുറത്തു വന്ന, ഇപ്പോൾ രാജിവെച്ച റിജു ദത്ത എന്ന് പറയുന്ന ദേശീയ വക്താവും ശന്തനുവും പിന്നെ ഒരു MP, ലോക്സഭാ MP, ഇപ്പം ജില്ലാ അഭിഷേക് ബാനർജിയുടെ മണ്ഡലത്തിൽ തന്നെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. രാജിവെച്ചതിന് ശേഷം അവർ പറഞ്ഞു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും ഐപാക് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. സ്ഥാനാർത്ഥികളിൽ നിന്ന് വൻ തുകകൾ കൈപ്പറ്റിയിട്ടാണ് അവർ ഈ സ്ഥാനാർത്ഥി റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ അഭിഷേക് ബാനർജി ആയിരുന്നു. അതാണ് ഈ അതൃപ്തി വരാനുള്ള കാരണം. ശരിക്കും CV ആനന്ദബോസ് ബംഗാൾ ഗവർണറായി വന്ന ശേഷമാണ് മമതയും ഈ ലോക് ഭവനും തമ്മിലുള്ള പോര് കൂടുതൽ കടുത്തത് എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ ലോക് ഭവനോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഗവർണറോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം? പ്രത്യേകിച്ചും ഈ CV ആനന്ദബോസുമായിട്ടുള്ള മമതയുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്തായിരുന്നു? അത് ഗവർണറുമായിട്ടുള്ള പോരാട്ടം ധൻഖർജി ഉണ്ടായിരുന്ന സമയത്തെ തുടങ്ങിയതാണ്. അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് പരസ്യമായിട്ട് ഒരു യുദ്ധത്തിന് മുഖ്യമന്ത്രിയുമായിട്ടും ഭരണകൂടവുമായിട്ടുള്ളൊരു യുദ്ധം, തുറന്ന യുദ്ധമായിരുന്നു. പക്ഷെ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് അവിടെ ഗവർണറായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കോഡിയൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഇദ്ദേഹം ഒരു പഴയ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. IAS, ഒരു വളരെ സീനിയർ ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥരായിരുന്നു. എഴുത്തുകാരനാണ്, കലാകാരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാമത്തുണ്ടായിരുന്നു. അദ്ദേഹവും അതുപോലെ എടുത്തു. ഒരു ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിച്ചും അല്ലാത്തത് നിയമപരമായിട്ടും ചെയ്യുക എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഭരണഘടന, എൻ്റെ ചുമതല ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യുക, രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ്, രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നൊരു സമീപനം അദ്ദേഹം എടുത്തു. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹമായിട്ട് നല്ലൊരു ടൈം ആയിരുന്നു. അദ്ദേഹം അവിടെ ബംഗാളി പഠിക്കാൻ പോകുന്ന സമയത്ത് മമതാ ബാനർജിയാണ് ആദ്യത്തെ ആ ചടങ്ങിൽ വന്നിട്ട് ഈ ബംഗാളി ബാലപാഠ പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് ഈ എഴുത്തിനെഴുത്ത് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു സംരംഭമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം വന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനമാണ്.
അവിടുത്തെ ഈ ധാരാളം സർവകലാശാല 38 ഗവൺമെൻറ് സർവകലാശാലകൾ തന്നെയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പിന്നെ ഗവൺമെൻറ് അംഗീകൃത ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പം അവിടെ നടന്നിരുന്നത് ഈ പറഞ്ഞതുപോലെ കട്ട്മണി കൾച്ചറിൽ, സിൻഡിക്കേറ്റ് രാജിൽ അവിടെ കോടികൾ ആണ് ഇതിന് വില, ഈ വൈസ് ചാൻസലർ പദവിക്ക്. അപ്പോൾ ആ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം, പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ഈ അഴിമതി കേസിൽ. വളരെ പരസ്യമായ കച്ചവടമായിരുന്നു. ഗവർണർ അത് പറഞ്ഞത് പറ്റില്ല. അപ്പം വ്യവസ്ഥാപിതമായ കൂടി UGC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ യുദ്ധം വന്നു. കോടതികളിൽ പോയി, സുപ്രീം കോടതി വരെ അവർ പോയി. കോടതികളിലൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടി. ഇദ്ദേഹം സ്വന്തം നിലയിൽ ആക്ടിംഗ് വൈസ് ചാൻസലർമാരെ നിയമിച്ചു. ഇവിടെ കേരളത്തിൽ നടന്നതുപോലുള്ള ആ യുദ്ധങ്ങളെല്ലാം അവിടെയും നടന്നു. അത് പിന്നെ സുപ്രീം കോടതി വരെ പോയതിന് ശേഷമാണ് ആ പ്രശ്നം പരിഹരിച്ച് കിട്ടിയത്. പിന്നെ ഭരണഘടനാപരമായ ഇപ്പം സഹകരിക്കാവുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്ന പരാതിയുമായിട്ട് പലപ്പോഴും അവർ വന്നിട്ടുണ്ട്. വന്നപ്പോൾ അത് അദ്ദേഹം ടേക്കപ്പ് ചെയ്ത്, അതും കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി അത് ടേക്കപ്പ് ചെയ്ത് അത് സംസ്ഥാനത്തിന് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രം, അനർഹമായിട്ടുള്ള ഒന്നും ചെയ്യാൻ അദ്ദേഹം സമ്മതമായിരുന്നില്ല. പിന്നെ ഈ അവിടുത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ സ്ഥിരം പരിപാടിയാണ് പാർട്ടി ഗ്രാമങ്ങളിലുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. സ്ഥാനാർത്ഥിത്വം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട് തീയിടുക, കൈ കൊട്ടുക, കാല് കൊട്ടുക, കൊല്ലുക, അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം തെരുവിലിറങ്ങി. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് സംഘർഷം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഗവർണറുടെ കാർക്കേഡ് Z+ കാറ്റഗറി ഉള്ളതുകൊണ്ട് നമുക്കറിയാം CRPFൻ്റെ ബറ്റാലിയൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അവിടെ പോവുകയും പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആളുകൾക്കൊരു കോൺഫിഡൻസ് വന്നു. അവർ പുറത്തിറങ്ങി നോമിനേഷൻ കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ തവണ ഏതാണ്ട് 62% അതിന് മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൺഅപ്പോസ്ഡായിട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ ഇലക്ഷനിൽ ഏതാണ്ട് 9% മാത്രമേ അൺഅപ്പോസ്ഡായിട്ട് പോയുള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അത് അന്നത്തെ പത്രങ്ങൾ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഉണ്ടായി. അപ്പോൾ ഇത് വന്നപ്പം അവർക്ക് രാഷ്ട്രീയമായി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അദ്ദേഹത്തിനെ പല കള്ളക്കേസുകളിൽ കൊടുക്കാനും ആരോപണങ്ങൾ ഉയർത്താനും പത്രസമ്മേളനം നടത്താനും ഒക്കെ. മറ്റ് 2 സംഭവങ്ങൾ, ഒന്ന് സന്ദേശ് ഖാലിയിൽ അറിയാം, ഷേഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ഗുണ്ട സിൻഡിക്കേറ്റ് രാജാവായിരുന്നു. അവിടുത്തെ നാട്ടുരാജാവിനെ പോലെയായിരുന്നു. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. MP-മാർക്ക് MLA-മാർക്ക് പോലും യാതൊരു പവറും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് അവിടുത്തെ തൃണമൂലിൻ്റെ MP-മാരും MLA-മാരും വരെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഗവർണർ ആ പ്രദേശത്ത് നേരിട്ടിടപെടുകയും പോലീസിനെയും പട്ടാളത്തെയും CRPFനെയും കേന്ദ്രസേനയെയും അവിടെ വിന്യസിച്ചു കൊണ്ടുവന്നു. കേന്ദ്ര ഏജൻസികളെ അതിലിടപെടിയിച്ചു. അവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹം അതിൻ്റെ പുറകെ നിന്നു. ആ ഷേഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് വരെ നിന്നു. അതൊരു വലിയ ഷോക്കായിരുന്നു മമതയെ സംബന്ധിച്ചിടത്തോളം. അതുവരെ സംഭവിച്ചിട്ടില്ലാത്തതാണ്. മറ്റൊന്നാണ് RG കാറിലെ ഡോക്ടറുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന കേസ്. അതിലും അദ്ദേഹം അപ്പോൾ തന്നെ ആശുപത്രി വിസിറ്റ് ചെയ്തു, ഇവരുടെ വീട് വിസിറ്റ് ചെയ്തു. അതുവരെ ഇത് ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും നടന്നു. പക്ഷേ ഇത് അറിഞ്ഞ ഉടൻ അദ്ദേഹം അവിടെ പോവുകയും നേരിട്ട് ഇടപെടുകയും ചെയ്തതോടുകൂടി ആ രംഗം മാറി. അതോടുകൂടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു, പബ്ലിക്കിനൊരു കോൺഫിഡൻസ് വന്നു. അവർ സമരമുഖത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിനൊക്കെ ഒരു ധൈര്യം കൊടുത്തത് അദ്ദേഹം നേരിട്ടല്ലെങ്കിലും അതിനൊക്കെ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഗവർണർ ഒരു വലിയ പങ്ക് വഹിച്ചു. എന്തായാലും മമതയ്ക്ക് അടിപതറി, ഭരണം പോയി, ചുവടുകൾ ഓരോന്നായി പിഴച്ചു. തൻ്റെ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലും മമതാ ബാനർജി തിരിച്ചറിഞ്ഞില്ല. അവിടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിച്ചു, കൂറുമാറ്റങ്ങളെ ന്യായീകരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മമതാ ബാനർജി ചെയ്തിട്ടുണ്ട്. എതിർചേരിയിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ മമതയെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. ഋതുപ്രത ബാനർജി എന്ന
ഒരു പഴയ സഖാവാണ് മമതയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ താങ്കൾ ബംഗാളിലെ രാഷ്ട്രീയം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ മമതയ്ക്ക് പിഴച്ചത് എവിടെയൊക്കെയാണ്? മമത സാധാരണ നിലയിൽ അവിടെ തന്നെ പറയാറുണ്ട്, 3 തരത്തിലുള്ള മമതയുണ്ട്. ഒന്ന്, ഒരു പ്രക്ഷോഭകാരിയായ ഒരു രാഷ്ട്രീയ നേതാവ്, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. 2, ഒരു കലാകാരി, എഴുത്തുകാരിയാണ്, കവിത എഴുതാറുണ്ട്, ചിത്രം വരയ്ക്കാറുണ്ട്, നൃത്തം ചെയ്യാറുണ്ട്, ചിലപ്പോഴൊക്കെ പാട്ടും പാടാറുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും ഈ ട്രോളായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 3-മത്തേത് ഒരു ഏകാധിപതിയായ അല്ലെങ്കിൽ സർവാധിപതിയായ ഒരു ഭരണകർത്താവ്. ഈ 3 തലത്തിലാണ് ബംഗാളിൽ ഈ മമതയെ കാണുന്നത്. മമതയെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ പ്രക്ഷോഭകാരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിലാണ്. അങ്ങനെയാണ് അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തന്നെ. ജയപ്രകാശ് നാരായണൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാക്കിയ ഒരു പ്രക്ഷോഭത്തിൽ JP-ക്കെതിരെ ഒരു പട നയിച്ചുകൊണ്ട്, JP പ്രസ്ഥാനത്തിന് എതിരായിട്ടൊരു വലിയ പ്രക്ഷോഭം നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച് KSUവിൻ്റെ അഖിലേന്ത്യാ നേതാവായി, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി വന്ന ഒരു മമതയുണ്ട്. അങ്ങനെ പ്രക്ഷോഭത്തിൽ കൂടിയാണ് വന്നത്. പിന്നീട് ബംഗാൾ കാണുന്നത് അവിടെ ബലാത്സംഗത്തിനിരയായി മരിച്ച ഒരു പെൺകുട്ടിയുടെ മൃതദേഹവുമായിട്ട് നബന്നയിലേക്ക്, അവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രകടനം നടത്തി അവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തെ വിറപ്പിച്ച മമതയാണ്. അപ്പോൾ അങ്ങനെ വലിയ, അത് കഴിഞ്ഞ് നന്ദിഗ്രാം, സിംഗൂർ സമരങ്ങളിൽ, അങ്ങനെ ആ പ്രക്ഷോഭങ്ങളിൽ കൂടി വളർന്നു വന്നൊരു നേതാവാണ് മമതാ ബാനർജി എന്ന് പറയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ഒരു 5 വർഷം ഭരണം കിട്ടിയപ്പോൾ, കാരണം അതിന് മുമ്പത്തെ ഒരു 34 വർഷം ജനങ്ങൾ അങ്ങേയറ്റം മടുത്ത് എങ്ങനെയെങ്കിലും ആ ഒരു ഭരണം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ഘട്ടം എത്തി നിന്ന സമയത്താണ് മമതയുടെ ഒരു ഇരച്ചു കയറ്റം. കോൺഗ്രസിൽ നിന്ന് വിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച് മുന്നിലേക്ക് വരുന്നത്. അന്ന് ആ കാലത്ത് ചെറുപ്പക്കാരായിട്ടുണ്ടായിരുന്ന ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, അവരുടെ അനുയായിയായിട്ട് വന്ന ആളാണ് ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ യുവാക്കൾ, വളരെ പ്രക്ഷോഭകാരികൾ, അഗ്രസീവായിട്ടുള്ള യുവാക്കളെല്ലാം ആ പ്രസ്ഥാനത്തിൽ അണിനിരന്നു. അങ്ങനെ ആണ് അവർ ഈ ഭരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത്, അവർക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഈ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ നേരത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്ത കാര്യങ്ങളെയൊക്കെ, തെറ്റുകളെയൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. മറ്റൊന്ന്, പുതുതായിട്ട് അവരുടെ വോട്ടേഴ്സിനെ, അവരുടേതായിട്ടുള്ള ഒരു സമ്മതിദായകരുടെ ഒരു സംഘത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് 2 തരത്തിലാണ്. ഒന്ന്, അവർക്ക് ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. തൃണമൂലിന് പ്രത്യേകിച്ചൊരു പ്രത്യയശാസ്ത്രവുമില്ല. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും. അവർക്കൊരു ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറ, ഇപ്പം BJP വന്നതുപോലെയോ കോൺഗ്രസ് വന്നതുപോലെയോ CPM-നെ പോലെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിലുണ്ടാക്കിയൊരു പാർട്ടിയല്ല BJP എന്ന് പറയുന്നത്, തൃണമൂൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ജനകീയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പുകളോടുകൂടി സംഘടനാ സംവിധാനം, ഏറ്റവും താഴെത്തട്ട് മുതൽ തിരഞ്ഞെടുപ്പ് നടത്തി സംഘടനാ സംവിധാനം കൊണ്ടുവരുന്നതല്ല. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും ഭാരവാഹികളെയും വിശ്വസ്തനെയൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയായിരുന്നു. അവരും അവർക്ക് ചുറ്റുമുള്ള ഒരു ഉപജാപ വൃന്ദം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അതാണ് ഇപ്പോഴും അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഈ വളയമില്ലാത്തൊരു ചാട്ടമാണ്. അപ്പോൾ അതിനധികം പിടിച്ചു നിൽക്കാൻ വേറെ ബേസൊന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആ അധികാരം നിലനിർത്തുന്നതിന് ഭീഷണിയായിട്ട് വന്ന ഘടകങ്ങളെയൊക്കെ അവർ അമർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ ഭരണത്തിൻ്റെ എല്ലാ ഉരുക്കുമുഷ്ടികളും ഉപയോഗിച്ചു. ഭരണത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും അവരുപയോഗിച്ചു. പോലീസും മറ്റേ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റികളും എല്ലാം അവർ കൈയടക്കി പിടിച്ചു വെച്ച് അവരുടെ പാർട്ടിയുടെ ആളുകളെ മാത്രം അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്ത്, കോളേജിൽ വൈസ് ചാൻസലർമാർ മാത്രമല്ല, ഇവിടെയൊക്കെ വൈസ് ചാൻസലർമാരെയാണ് ഈ രാഷ്ട്രീയമായിട്ടും മറ്റങ്ങനെയല്ല, അധ്യാപക നിയമനം മുതൽ സ്കൂളിലെ അധ്യാപക നിയമനം അടക്കമുള്ള എല്ലാ രംഗങ്ങളിലും അവരുടെ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. രണ്ടാമത്തേത് പിന്നെ മറ്റൊന്നാണ് ഈ വർഗീയ പ്രീണനം. ഈ
ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന് പാർട്ടി മെമ്പർമാരാക്കി പാർട്ടി ഘടകങ്ങളുണ്ടാക്കി കൊണ്ടുവന്നത്. പക്ഷേ അത് അവർ കുറേ കൂടി ശക്തമാക്കി കൊണ്ടുവരികയും അതിൽ തന്നെ ഒരു വിഭാഗത്തെ മുസ്ലിം വിഭാഗത്തെ അവർ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു സംരക്ഷക അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നുള്ള നിലയിൽ ഒരു ഇമേജ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അത് വോട്ട് ബാങ്ക് ആക്കിയെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു കേന്ദ്രീകരണം മറുഭാഗത്തും ഉണ്ടായി. അപ്പോൾ ഇതാണ് അവിടെ ഈ ഒരു അധികാരത്തിൻ്റെ ഇത് ഈ ഒരു കാലക്രമം അനുസരിച്ച് വരികയാണെങ്കിൽ. രണ്ടാമത്തെ ടേമായപ്പോൾ പിന്നെ ഈ സിൻഡിക്കേറ്റ് രാജ് എന്ന് പറയുന്ന, അതായത് ഏറ്റവും താഴെത്തട്ട്, നമ്മുടെ പണ്ടിവിടെ സെൽ ഭരണം എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഒരു പ്രത്യേക ഗ്രൂപ്പ്, അവിടെ ഒരു ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റ്, അവരുടെ പാർട്ടി സിൻഡിക്കേറ്റ്. നമ്മുടെ വീടിനൊരു പെർമിഷൻ കിട്ടാനായിട്ട് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും ആദ്യം അവിടുത്തെ പാർട്ടി ഘടകത്തിൽ പോയി കണ്ട് അവർ പറയുന്ന വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണം. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടുന്ന് ഒരു NOC കിട്ടിയാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ പറ്റൂ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ബാക്കി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് നമ്പർ കൽക്കത്ത എന്ന് പറയുന്ന അവർക്ക് ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അവിടൊന്നും കയറാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും താഴെത്തട്ട് മുതൽ അവരുടെ ഒരു സിൻഡിക്കേറ്റ് രാജ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കട്ട്മണി രാജ്, സിൻഡിക്കേറ്റ് രാജ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്തിട്ട് അവരുടെ ഒരു ആധിപത്യം, ഒരു സർവാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടുന്നാണ് അതിന് എതിരായിട്ടുള്ള ഒരു നീക്കം തുടങ്ങുന്നത്. രണ്ടാമത്തെ ഭരണത്തിൻ്റെ ഒരു പകുതിയായപ്പോൾ മുതൽ ഒരു ആളുകളുടെ ഇടയിൽ അതൃപ്തിയും പിന്നെ പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങി. പിന്നെ ഉണ്ടായത് ഈ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാലത്ത് നാടുവിട്ടുപോയ അല്ലെങ്കിൽ പദ്ധതികൾ ഉപേക്ഷിച്ചു പോയ വ്യവസായികളെ ഇവർ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ടാറ്റ ആണെങ്കിലും ബിർള ആണെങ്കിലും അദാനി ഗ്രൂപ്പാണെങ്കിലും അവരൊക്കെ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഭരണഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അവരതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ഈ സിൻഡിക്കേറ്റ് രാജ്, കട്ട്മണി രാജ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവരും വന്നില്ല. തൊഴിൽ കൊടുക്കാൻ പറ്റാതായി. അവിടുത്തെ ആളുകൾ തൊഴിലന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ എല്ലാ രംഗത്തും ഒരു വലിയ അപജയം വന്നു തുടങ്ങി. ചെറുപ്പക്കാർക്ക് നിരാശയായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്ത്രീകളുടെ സംരക്ഷക എന്നുള്ള നിലയിലാണ് അവിടെ എപ്പോഴും ഇമേജ് നിലനിർത്താനായിട്ട് ശ്രമിച്ചിരുന്നത്. മാട്ടി മാനുഷ് എന്നായിരുന്നു തൃണമൂൽ അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ അമ്മ, കാളി എന്നുള്ളതാണ്. കാളിയാണല്ലോ ബംഗാളിൻ്റെ ഒരു. അപ്പോൾ ആ അമ്മയുടെ പ്രതീകമായി സ്ത്രീകളെ കാണുക, ആ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത്. മാട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. ബംഗാളി അസ്മിത എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ബംഗാളിൻ്റെ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത്. മാനുഷ് എന്ന് പറയുന്നത് മാനവിക പ്രവർത്തനങ്ങളാണ്. ഈ മൂന്നും അവർക്ക് ഈ ബേസ് നഷ്ടപ്പെട്ടു പോയി. ഒന്ന്, ഈ സ്ത്രീകൾ അവിടെ നമ്മൾ പത്രങ്ങളിൽ കുറേ കാലമായിട്ട് വായിക്കുന്നതാണ്. സ്ത്രീകൾ പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ബലാത്സംഗത്തിന് ശേഷം കൊല്ലപ്പെടുന്നു, പരസ്യമായിട്ട് അവരെ തെരുവുകളിൽ ഇട്ട് തല്ലുന്നു. പോലീസൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്നു. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ സ്ത്രീകളുടെ ഒരു വിശ്വാസം കുറഞ്ഞു വന്നു. യുവാക്കളാണ് ഈ മണ്ണൻ്റെ മക്കൾ എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസവും അവർക്ക് അവരുടെ സ്വന്തം മണ്ണിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ, അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നു തുടങ്ങി. അത് ആ കുടുംബങ്ങളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കി. മാനുഷ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ നടക്കുന്ന കൊള്ളയും കൊലയും സംഘടനകളും വർഗീയ ലഹളകളും ഇങ്ങനെ വന്നിട്ട് ആർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു, ശാന്തിയോടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ അത് മൂന്നും ആ മുദ്രാവാക്യം തന്നെ അർത്ഥരഹിതമായിട്ട് മാറി. അതോടുകൂടിയാണ് മമതയുടെ പതനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്.